നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സൗദി അറേബ്യയിലുള്ള പ്രിൻസ് സുൽത്താൻ US വ്യോമതാവളത്തിന് നേർക്ക് ഇറാൻ അതിശക്തമായ ആക്രമണം നടത്തി. കുറഞ്ഞത് 10 അമേരിക്കൻ സൈനികർക്ക് പരിക്കേറ്റു. സൈനികരിൽ 2 പേരുടെ പരിക്ക് അതീവ ഗുരുതരമാണ്. ഇറാനിയൻ മിസൈലുകളും ആളില്ലാ ഡ്രോണുകളും ഉപയോഗിച്ചായിരുന്നു ഇറാൻ US വ്യോമതാവളത്തിന് നേർക്ക് ആക്രമണം നടത്തിയത്. ബേസിലുണ്ടായിരുന്ന നിരവധി US ഇന്ധനം നിറയ്ക്കുന്ന വിമാനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. വലിയ നാശനഷ്ടമാണ് അമേരിക്കൻ വ്യോമതാവളത്തിന് സംഭവിച്ചിരിക്കുന്നത്. UAE വ്യാവസായിക മേഖലകളിൽ ലക്ഷ്യമിട്ട് ഇറാൻ നിരവധി മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി. എമിറേറ്റ്സിലെ ഖലീഫ സാമ്പത്തിക മേഖലകൾ കേന്ദ്രീകരിച്ച് നടത്തിയ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങൾ തങ്ങൾ പ്രതിരോധിച്ചുവെന്നാണ് അബുദാബി പറയുന്നത്. എന്നാൽ അവശിഷ്ടങ്ങൾ വീണ് വലിയ തീപിടുത്തമുണ്ടായി. അബുദാബിയിൽ 5 ഇന്ത്യക്കാർക്കാണ് പരിക്കേറ്റത്. യമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂതികൾ യുദ്ധത്തിൽ ചേർന്നതായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഇറാൻ പിന്തുണയുള്ള ഹൂതികൾ ദക്ഷിണ ഇസ്രായേലിലേക്ക് നിരവധി മിസൈലുകൾ വിക്ഷേപിച്ചു. എന്നാൽ മിസൈലുകൾ വ്യോമപ്രതിരോധം തകർത്തുവെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. അമേരിക്കൻ വ്യോമസേന താവളത്തിന് നേർക്കുള്ള ആക്രമണം, പിന്നീട് UAE കേന്ദ്രീകരിച്ചുള്ള നിരവധി മിസൈൽ ആക്രമണങ്ങൾ, ഒടുവിൽ ഇസ്രയേൽ ശക്തമായ ആക്രമണത്തിന് തുനിഞ്ഞു. ഇറാനിലുള്ള ബുഷഗർ ആണവ നിലയത്തിന് നേർക്കാണ് ഇസ്രയേൽ ആക്രമണം തൊടുത്തത്. 10 ദിവസത്തിനുള്ളിൽ ഇത് 3ാമത്തെ സംഭവം. ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് തങ്ങൾ യുദ്ധത്തിൽ അണിചേരുമെന്ന് സൗദി അറേബ്യയും UAEയും പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഇരു രാജ്യങ്ങൾക്ക് നേരെയും ഇറാന്റെ അതിശക്തമായ ആക്രമണം. എന്നാൽ തങ്ങൾ പിന്നോട്ടില്ല എന്ന് സൗദി അറേബ്യ തറപ്പിച്ചു പറയുന്നു. അബുദാബിയിലെ കസാദ് വ്യവസായ മേഖലയ്ക്ക് സമീപമാണ് ഇറാന്റെ മിസൈൽ അവശിഷ്ടങ്ങൾ പതിച്ചത്. ആക്രമണത്തിൽ പരിക്കേറ്റവരെ ഉടൻ തന്നെ സമീപ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ഇതിനിടയിൽ മധ്യ ഇറാനിലെ കൊണ്ടാബ് യുറേനിയം സംസ്കരണ പ്ലാന്റിൽ ഇസ്രയേൽ ബോംബിട്ടു. ആളപായമോ ആണവ വികിരണ ഭീഷണിയോ ഇല്ല എന്ന് ഇറാൻ പറയുന്നു. തിരിച്ചടിയെന്നോണം US-ന്റെയും ഇസ്രായേലിന്റെയും വ്യവസായ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്നാണ് ഇറാൻ ഭയപ്പെടുത്തുന്നത്. US ഇസ്രായേൽ പക്ഷ രാജ്യങ്ങളിലെ തുറമുഖങ്ങളിൽ നിന്നോ തിരിച്ചോ ഉള്ള കപ്പലുകൾ ഹോർമുസ് കടലിടുക്കിലൂടെ കടക്കാൻ അനുവദിക്കില്ല എന്ന് ഇറാൻ വീണ്ടും പ്രഖ്യാപിച്ചു. അബുദാബിയിൽ മിസൈൽ അവശിഷ്ടങ്ങൾ പതിച്ച് 5 ഇന്ത്യക്കാർക്ക് പരിക്കേറ്റത് പ്രവാസി ലോകത്തെ ഞെട്ടിച്ചു. പശ്ചിമേഷ്യയിൽ ഇറാനുമായുള്ള യുദ്ധം കനക്കുന്നതിനിടയിൽ മറ്റു ചില റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. അമേരിക്കൻ സൈന്യത്തിനുണ്ടാവുന്ന ഒരു പുതിയ തലവേദന സംബന്ധിച്ചുള്ള റിപ്പോർട്ടാണിത്. കഴിഞ്ഞ 4 ആഴ്ചകൾക്കുള്ളിൽ മാത്രം അമേരിക്കൻ സൈന്യം തൊടുത്തത് 850-ലധികം ടോമഹോക്ക് മിസൈലുകൾ. ഈ ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ച് ഭീമമായ തോതിലാണ് അമേരിക്ക ആക്രമണം നടത്തിയത്. ഇറാനിൽ നിന്ന് വിക്ഷേപിക്കുന്ന മിസൈലുകളും ഡ്രോണുകളും തകർക്കാൻ ടോമഹോക്ക് ക്രൂയിസ് മിസൈലുകളാണ് അമേരിക്ക പ്രയോഗിക്കുന്നത്. സഖ്യരാജ്യങ്ങൾക്ക് നൽകിയിരിക്കുന്ന ടോമഹോക്ക് ക്രൂയിസ് മിസൈലുകളുടെ ശേഖരം വലിയ തോതിൽ കുറഞ്ഞിരിക്കുന്നു. ഒരു ടോമഹോക്ക് മിസൈൽ നിർമ്മിക്കാൻ ഏകദേശം 2 വർഷ സമയം വേണം. ഒന്നിൻ്റെ നിർമ്മാണ ചെലവ് $3.6 ദശലക്ഷം. വർഷത്തിൽ വെറും 100 കണക്കിന് ടോമഹോക്ക് മിസൈലുകൾ മാത്രമാണ് ഇപ്പോൾ നിർമ്മിക്കപ്പെടുന്നത്. കഴിഞ്ഞ വർഷ പ്രതിരോധ ബജറ്റിൽ അമേരിക്ക ഉൾപ്പെടുത്തിയത് വെറും 57 ടോമഹോക്ക് മിസൈലുകളുടെ നിർമ്മാണം. ചുരുക്കത്തിൽ 4 ആഴ്ച കൊണ്ട് 850 എണ്ണം ഉപയോഗിച്ചു തീർത്തത് സൈന്യത്തിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചിരിക്കുന്നു. ഇറാൻ തങ്ങളുടെ പക്കലുള്ള ഏറ്റവും വിനാശകരമായ അത്യാധുനിക മിസൈലുകൾ ഇതുവരെ പ്രയോഗിച്ചിട്ടില്ല എന്നത് അമേരിക്കയെയും ഇസ്രയേലിനെയും മറ്റൊരു തലത്തിൽ ഞെട്ടിക്കുന്നു. ഇറാന്റെ ആയുധപ്പുരയിൽ കരുത്തുറ്റ കാസിം ബാസിർ, ഇദിമാദ്, ഫത്താറ്റു തുടങ്ങിയ മിസൈലുകളുണ്ട് എന്ന് നേരത്തെ ഇറാൻ പ്രഖ്യാപിച്ചിരുന്നു. തങ്ങളുടെ മിസൈൽ ശേഖരത്തിലുള്ള ഏറ്റവും അപകടകാരികളായ മിസൈലുകൾ എന്നാണ് ഇറാൻ ഇവയെ വിശേഷിപ്പിച്ചത്. കഴിഞ്ഞ വർഷം മെയ്യിൽ ഇറാൻ കാസിം ബാസിർ മിസൈലിനെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചു. ശത്രുക്കൾ എവിടെ ഒളിച്ചാലും കൃത്യമായി തകർക്കാൻ ശേഷിയുള്ള മിസൈലുകൾ എന്നാണ് അന്ന് ഇറാൻ ഈ മിസൈലുകളെ വിശേഷിപ്പിച്ചത്. 500 കിലോഗ്രാം ഭാരമുള്ള പോർമുന വഹിക്കാൻ ശേഷിയുള്ള മിസൈലുകൾ. ഇതിലെ ഒപ്റ്റിക്കൽ ഗൈഡൻസ് സംവിധാനത്തെ ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങളിലൂടെ തടസ്സപ്പെടുത്താൻ കഴിയില്ല എന്നും ഇറാൻ അന്ന് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ യുദ്ധം തുടങ്ങി 1 മാസമായിട്ടും ഇറാൻ ഈ ശ്രേണിയിലുള്ള മിസൈലുകൾ ഇതുവരെ വിന്യസിച്ചു തുടങ്ങിയില്ല. അതിനൂതന മിസൈലുകൾ പലതും ഇറാൻ ഒളിപ്പിച്ചു വെക്കുന്നതിൽ പല കാരണങ്ങളാണ് ഇപ്പോൾ യുദ്ധവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഒന്നുകിൽ ഇവ പൂർണ്ണ പ്രവർത്തന സജ്ജമായി കാണില്ല, അല്ലെങ്കിൽ
ശത്രുക്കളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ദുർബലമാകുന്ന ഘട്ടത്തിൽ ഈ ആയുധങ്ങൾ ഉപയോഗിക്കാം എന്ന് ഇറാൻ കണക്കുകൂട്ടി. ഇറാന്റെ മിസൈൽ പ്രഹരശേഷി കുറയ്ക്കാൻ ഇസ്രയേലും അമേരിക്കയും ആക്രമണങ്ങൾ ശക്തമാക്കുമ്പോൾ അതിമാരക പ്രഹരശേഷിയുള്ള മിസൈലുകൾ എവിടെയെന്ന ചോദ്യം. ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന്റെ കണക്കുകൾ അനുസരിച്ച് ഇറാനിലുള്ളത് 470 മിസൈൽ ലോഞ്ചറുകൾ. അവയിൽ 200-ലധികം മിസൈൽ ലോഞ്ചറുകൾ ഇതിനകം IDF തകർത്തു. ഇസ്രായേലിലെ ഹൈഫ റിഫൈനറിയിലും ഖത്തറിലെ ഗ്യാസ് പ്ലാന്റിലുമൊക്കെ കൃത്യതയോടെ മിസൈൽ ആക്രമണങ്ങൾ തൊടുക്കാൻ ഇറാൻ ഇതിനകം കഴിഞ്ഞിരുന്നു. എത്രയും പെട്ടെന്ന് ഇറാനെ മുട്ടുകുത്തിക്കുക മാത്രമാണ് ഇനി മുന്നിലുള്ള പോംവഴി. അതുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് എപ്പോൾ വേണമെങ്കിലും കാർഗ് ദ്വീപ് പിടിച്ചടക്കാം എന്ന നിലയിലെത്തിയത്. ഇറാനിലെ തന്ത്രപരമായ ഈ ദ്വീപ് ലക്ഷ്യമാക്കി ട്രംപ് ആസൂത്രണം ചെയ്യുന്ന കരസേന അധിനിവേശം എത്രയും പെട്ടെന്ന് തുടങ്ങും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഇത് അമേരിക്കൻ സൈന്യത്തിന് വലിയ ദുരന്തമാകുമെന്ന് ചിലർ പ്രവചിക്കുന്നു. സ്വന്തം മണ്ണിൽ പ്രത്യയശാസ്ത്രപരമായ ആവേശത്തോടെ പൊരുതുന്ന ഒരു സൈന്യത്തെ പരാജയപ്പെടുത്തുക അത്ര എളുപ്പമല്ല എന്ന് പലരും ട്രംപിനെ ഉപദേശിക്കുമ്പോൾ ഇനി പിന്നോട്ടേക്കൊരു ചുവടില്ല എന്ന് ട്രംപ് പറഞ്ഞു വെക്കുന്നു. ചുരുക്കത്തിൽ ഇറാനിലെ യുദ്ധത്തിന്റെ ഭാവി ഇനി പേർഷ്യൻ ഗൾഫിലെ 9 ചതുരശ്ര മൈലിൽ താഴെയുള്ള പവിഴപ്പെട്ടുകളാൽ നിറഞ്ഞ ഒരു ദ്വീപിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. ഇറാനിയൻ വൻകരയിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ അകലെയും ഹോർമുസ് കടലിടുക്കിൽ നിന്ന് 500 കിലോമീറ്റർ ദൂരത്തിലുമാണ് ഈ കാർഗ് ദ്വീപ്. ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ 90% നടക്കുന്നത് കാർഗ് ദ്വീപിലൂടെ. യുദ്ധത്തിന്റെ തന്ത്രപരമായ ചതുരംഗ പലകയിൽ അടുത്തത് കാർഗ് ദ്വീപാണ്. മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് ദ ഫ്രീ പ്രസിൽ എഴുതി. സംഘർഷം തീരുമാനിക്കുന്ന ഒരു നീക്കമാണിത്. അത് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഉടനടി ചെയ്യുക എന്നാണ് ഇസ്രായേൽ അമേരിക്കയോട് പറയുന്നത്. അമേരിക്കയുടേത് അതിശക്തമായ സൈനിക ഘടനയാണ്. എന്നാൽ തന്ത്രപ്രധാനമായ ആ സ്ഥലം പിടിച്ചെടുക്കുന്നതിൽ കാര്യമായ അപകട സാധ്യതയുണ്ട് എന്ന് അമേരിക്കയിലെ യുദ്ധവിദഗ്ധർ ട്രംപിനെ ഓർമ്മപ്പെടുത്തുന്നു. കരസേനയെ കളത്തിലിറക്കാതെ തന്നെ യുദ്ധവിജയം കൈവരിക്കാനാകും എന്ന് മാർക്കോ റൂബിയോ പറയുന്നു. ഇറാനിൽ ഇപ്പോൾ അമേരിക്ക നടത്തുന്ന ബോംബിംഗ് ക്യാമ്പയിൻ അവസാനിപ്പിക്കാൻ മാസങ്ങൾ വേണ്ടിവരില്ല, പകരം ആഴ്ചകൾ മാത്രം മതിയെന്നാണ് മാർക്കോ റൂബിയോ പറയുന്നത്. ഫ്രാൻസിൽ G7 പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തുമ്പോഴായിരുന്നു മാർക്കോ റൂബിയോയുടെ ഈ പ്രതികരണം. അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ അമേരിക്ക തങ്ങൾ തുടങ്ങിവെച്ച പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുമെന്ന് മാർക്കോ റൂബിയോ പറയുന്നു. ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രയേലും ചേർന്ന് തുടങ്ങിവെച്ച സൈനികാക്രമണം കൂടി വന്നാൽ 4 ആഴ്ച കൂടി നീണ്ടു നിന്നേക്കാം. ഒരു വശത്ത് സമാധാന ചർച്ചകൾ നടക്കുന്നു എന്ന് ട്രംപ് ഇപ്പോഴും അവകാശപ്പെടുന്നു. മറുവശത്ത് കൂടുതൽ മറീനുകളെയും കരസേനയെയും ഒക്കെ ഇറാന് ചുറ്റും നിരത്തിക്കൊണ്ട് യുദ്ധസജ്ജമായ സാഹചര്യമൊരുക്കുന്നു. ആയിരക്കണക്കിന് മറൈൻ സൈനികരുടെ 2 സംഘങ്ങളെ ഇപ്പോൾ മേഖലയിലേക്ക് അയച്ചിരിക്കുന്നു. ഇതിനിടയിൽ ഹോർമുസ് കടലിടുക്കിന്റെ പേര് മാറ്റി തന്റെ പേര് ആ ഹോർമുസ് കടലിടുക്കിന് ഉപയോഗിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനോട് നിർദ്ദേശിച്ചു. ഒരു കാര്യം വ്യക്തമാണ്, ഇറാൻ ഇപ്പോഴും ആക്രമണം തുടരുന്നു. എന്നാൽ അതിശക്തമായി തിരിച്ചടിക്കുന്ന ഇസ്രായേലിനെ തന്നെയാണ് മറുവശത്ത് ലോകം കാണുന്നത്. സൗദി അറേബ്യയ്ക്കും UAEക്കും നേരെ ഇപ്പോഴും ഇറാൻ ആക്രമണങ്ങൾ തുടരുന്നു എങ്കിലും അവരുടെ ആക്രമണശേഷിയുടെ തോത് ഏതാനും ദിവസങ്ങൾക്കകം പൂർണ്ണമായി നിലയ്ക്കുമെന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.